മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കൊടിമര പ്രതിഷ്ഠയിൽ അന്വേഷണം തുടങ്ങി വിജിലൻസ്. സിനിമാ താരങ്ങളും വ്യവസായ പ്രമുഖരുമടക്കം സ്വർണം സമർപ്പിച്ച 27 പേരുടെ മൊഴിയെടുക്കും. പഴയ കൊടിമരത്തിൽ നിന്ന് ആകെ നഷ്ടമായത് വാജിവാഹനം മാത്രമെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, മാതൃഭൂമി ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗ് ആണ്. ഈ കൊടിമര പ്രതിഷ്ഠയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വിജിലൻസ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി വിജിലൻസ് കണ്ടെത്തുക എന്നാണ് കരുതുന്നത്? മോദി, ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണ് സംസ്ഥാന വിജിലൻസിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. പ്രാഥമിക അന്വേഷണം നടത്തി 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഇന്നലെ ഇതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. തിരുവനന്തപുരം SIU-1 DYSP CS ഹരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ആ അന്വേഷണ സംഘം പ്രാഥമിക അന്വേഷണം ഇന്ന് ആരംഭിക്കും. പ്രധാനമായും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് 2017 കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം സമർപ്പിച്ച ഭക്തരെ കണ്ടെത്തി അവരെ എത്ര സ്വർണം സമർപ്പിച്ചു എന്നത് അവരുടെ മൊഴിയിലൂടെ കണ്ടെത്താനാണ്. അപ്പോൾ 27 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 27 പേർ സ്വർണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഉള്ള കണക്കുകളാണ് അവ്യക്തതയുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ മാത്രമാണ്. പക്ഷേ എത്രത്തോളം സ്വർണം നൽകി എന്നില്ല എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. അപ്പോൾ അതിൽ 8 പേർ സിനിമാ താരങ്ങളാണ്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതിൽ നടൻ മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ദേവൻ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാരായ മേനക സുരേഷ്, രഞ്ജിത്ത്, അങ്ങനെ 8 പേരാണ് ഈ പട്ടികയിലുള്ളത്. അതിനൊപ്പം ഭീമയടക്കം വ്യവസായ പ്രമുഖരും ഈ പട്ടികയിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം കണ്ട് എത്ര സ്വർണ്ണമാണ് നിങ്ങൾ വഴിപാടായി നൽകിയതെന്ന് അന്വേഷിക്കും. അതിനുശേഷം കൊടിമരത്തിന് എത്ര സ്വർണം ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തും. അതിൽ ക്രമക്കേട് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ 30 ദിവസത്തിനുള്ളിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പഴയ കൊടിമരം, അതായത് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന കൊടിമരം നീക്കം ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നത് പഴയ കൊടിമരത്തിലെ വാജിവാഹനം, അഷ്ടദിക്പാലകർ, അതുപോലെ തന്നെ അതിന്റെ സ്വർണ്ണപ്പറകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ, അത് ശബരിമലയിൽ ഉണ്ടോ എന്നുള്ളതായിരുന്നു. അത് സംബന്ധിച്ചൊരു ഉത്തരം കൂടി ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ, അതായത് പഴയ കൊടിമരത്തിലെ 15 പറകളും അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളും മറ്റ് ഉരുപ്പടികളും അടക്കം 28 ഉരുപ്പടികൾ ശബരിമല സ്ട്രോങ് റൂമിലുണ്ട്. അവിടെ ഇല്ലാത്തത് വാജിവാഹനം മാത്രമാണ്. വാജിവാഹനത്തിന്റെ കഥ നമുക്കറിയാം. അത് നേരത്തെ തന്ത്രി കണ്ഠരര് അജിവർക്ക് കൈമാറി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് SIT തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇതോടെ വാജിവാഹനവും SIT നേരത്തെ കണ്ടെത്തി. അതോടുകൂടി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മറ്റ് ഉരുപ്പടികൾ സ്ട്രോങ് റൂമിലുണ്ട്. അപ്പോൾ ആ പഴയ കൊടിമരം അതിന്റെ ഒരു ഭാഗം പോലും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇതോട് വ്യക്തമായിരിക്കുകയാണ്. അത് സുരക്ഷിതമായി ശബരിമല സ്ട്രോങ് റൂമിലുണ്ട് എന്നുള്ള കാര്യം ആശ്വാസകരമാണ്. അതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന വാസു, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി ഒരു തീരുമാനം പറയും. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തത് കൊണ്ടുള്ള സ്വാഭാവിക ജാമ്യത്തിന് അർഹനാണെന്നുള്ള ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ ആനുകൂല്യം ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരെ, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരെ ആനുകൂല്യം ലഭിച്ചിരുന്നു. അപ്പോൾ വാസുവിന് ആകെ ഒരു കേസാണ്, കട്ടളപ്പാളി കേസിലാണ് പ്രതി. അപ്പോൾ ഈ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നാണ് അഭിഭാഷകർ പറയുന്നത്.